ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കാൻ നിങ്ങളും വിടരുത്, വായിച്ച് നോക്കണം. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു മിനിറ്റ്. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡിംഗ് അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങാൻ പാടുകയുള്ളൂ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെമോ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കോട്ടക്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബൈനറി ട്രേഡിംഗ് ഏതിലാണ് ചെയ്യുന്നത്? കോട്ടക്സിൽ. അപ്പോൾ കോട്ടക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബൈനറി ട്രേഡിംഗ് ഡെമോ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ VIP ഗ്രൂപ്പാണ്. VIP ഗ്രൂപ്പ് ഇതാ കണ്ടോ. VIP ഗ്രൂപ്പിൽ ഇന്ന് സിഗ്നൽസ് കൊടുക്കുന്നതിന് ഇപ്പോൾ 2 മണിയാണ് സമയം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ക്ലിയർ. ഓക്കെ, 2 മണി സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് നന്നായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ബയ്യേഴ്സ് മുകളിലേക്ക് അപ്പ് ചെയ്യാൻ നോക്കി, കഴിഞ്ഞില്ല. പിന്നെ അടുത്തതും ബയ്യേഴ്സ് നോക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കണ്ടാൽ മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ ഇത് വളരെ കുറവാണ്. ഓക്കെ, 2 ബയ്യേഴ്സാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സെല്ലേഴ്സ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇതാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ബയ്യേഴ്സ് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. അവർ ബൈ ചെയ്തു. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ട്രെൻഡ് ഡൗൺ ആണ്. അത് നമുക്ക് യാതൊരു ഡൗട്ടും വേണ്ട. ഓവറോൾ ട്രെൻഡ് ഡൗൺ ആണ്. പക്ഷേ നമ്മൾ അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഇത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് നമ്മൾ ഒരു ട്രേഡ് എടുത്ത് പോവുക എന്നുള്ളതല്ല മെയിനായിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഓവറോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. എന്താണ് ക്യാൻഡിലിൽ സംഭവിക്കുന്നത്? ഓക്കെ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മൈ ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സംഭവിച്ചേക്കണം എന്താ നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ്, ഒരു മാർക്കറ്റ് ഡൗണിലേക്ക് മാത്രമാണോ പോവുക? ഓക്കെ, അങ്ങനെ മാത്രമാണോ പോവുക? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ കേട്ടതാണ്. നിങ്ങൾ മിക്ക വീഡിയോകളിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ മാത്രമല്ല, പല ആൾക്കാരും പല ട്രേഡേഴ്സുകളും പറയുന്നതാണ്. മാർക്കറ്റ് ഒരിക്കലും ഒരു ഇതേപോലെ ഡൗണായിട്ട് പോവില്ല. ഇതേപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ അപ്പിലേക്കും പോവില്ല. ഇല്ലേ? മാർക്കറ്റ് അങ്ങനെ പോവില്ല, ഒരിക്കലും പോവില്ല. മാർക്കറ്റ് എങ്ങനെയാണ്? ഇങ്ങനെ വരും, കുറച്ചിങ്ങനെ വരും. ഡൗൺ ട്രെൻഡാണ്, ഇങ്ങനെ വരും. ഓക്കെ, പിന്നെ ഇങ്ങനെ പോവും, പിന്നെ കുറേ ഇങ്ങനെ പോവും, പിന്നെ കുറച്ചിങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവും. മനസ്സിലാവുന്നത്? ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നത്? ഇനി അപ് ട്രെൻഡ് ആണെങ്കിലോ? ഒരു മിനിറ്റ്. അപ് ട്രെൻഡ് ആണെങ്കിലോ മാർക്കറ്റ് ഇവിടുന്ന് കുറച്ചിങ്ങനെ പോയി, പിന്നെ കുറച്ച് മേലോട്ട് പോയി, പിന്നെ കുറച്ച് മേലോട്ട് പോയി, പിന്നെ ഇങ്ങനെ മേലോട്ട് പോയി, പിന്നെ കുറേ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെയാണ് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോ മൂവ്മെൻറ്റുകളും മനസ്സിലാക്കുക. ഓരോ മൂവ്മെൻറ്റുകളും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ല എന്നുള്ളത് നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അത് ഡൗൺ ട്രെൻഡ് ആയാലും അതുപോലെ തന്നെ അപ് ട്രെൻഡ് ആയാലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞതുപോലെ ഒരു ഡൗൺ ട്രെൻഡാണ്. അവിടെ നിന്ന് ബയ്യേഴ്സ് വരിക എന്ന് പറയുമ്പോൾ എന്താണ്? ബയ്യർ വരിക എന്ന് പറയുമ്പോൾ എന്താ? സെല്ലർ എന്ന് പറയുമ്പോൾ റെഡ് ക്യാൻഡിലുകൾ. ഞാൻ കളർ ട്രേഡിങ്ങിൻ്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ അത് വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, റെഡ് കളർ ഇതെന്ന് വെച്ചാൽ സെല്ലേഴ്സുകൾ, ഗ്രീൻ എന്ന് പറയുമ്പോൾ ബയ്യേഴ്സുകൾ. അതേപോലെ റെഡ് കളർ ക്യാൻഡിലിൻ്റെ വണ്ണം അല്ലെങ്കിൽ ആ ബോഡീൻ്റെ ഇത് കുറയുമ്പോൾ അതിനനുസരിച്ച് അപ്പം മനസ്സിലാക്കിക്കൊള്ളുക അവിടെ ബയ്യേഴ്സിൻ്റെ പ്രസൻസുകൾ വന്നു. ബയ്യേഴ്സിൻ്റെ പ്രസൻസുകളുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? ആ പ്രസൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരുപാട് ബയേഴ്സുകൾ അറ്റാക്ക് ചെയ്ത് നോക്കി എങ്ങനെയെങ്കിലും മാർക്കറ്റ് ഒന്ന് അപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് അപ്പിലേക്ക് നോക്കി, പക്ഷേ എന്താ പറയുക, നടന്നിട്ടില്ല. നമുക്ക് നോക്കാം ഇനി അടുത്ത എങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണ്? പുതിയൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു ഡൗൺ ട്രെൻഡിലോ അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിലോ അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ 3-4 ക്യാൻഡിലിന് ശേഷം ഇടയിൽ എന്താ പറയുക, ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, ഓക്കെ, ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു, അതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഇപ്പോൾ റെഡ് ക്യാൻഡിലാണ് കണ്ടിന്യൂസ് വരുന്നു, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഇത് അതിൻ്റെ ആ ഒരു ബോഡീൻ്റെ ഇത് വളരെ കുറവാകുകയും, ഓക്കെ, വളരെ കുറവാകുകയും ചെയ്യണം. ഇതിപ്പോൾ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ഡൗണിലേക്ക് ഒരു എൻട്രി കൊടുക്കാം. കാരണം എന്തുകൊണ്ടാണ് ഡൗണിലേക്ക് എൻട്രി കൊടുക്കുന്നത്? എന്തുകൊണ്ട് ഞാൻ ഡൗണിലേക്ക് എടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഇത് അപ്പിലേക്ക് പോകും. ഇനി ഇതും കൂടെ ഒരു ഗ്രീൻ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അപ്പിലേക്ക് എന്താ പറയുക, അപ്പിലേക്ക് തന്നെ നമുക്കൊരു ട്രേഡ് നമുക്ക് നോക്കാവുന്നതാണ്. അത് ഈ ഒരു ഏരിയ കവർ ആയതിന് ശേഷം മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓരോ ഏരിയയിലും സംഭവിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ബയ്യേഴ്സിൻ്റെ പ്രസൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡുള്ള, ഇപ്പോൾ ഡൗൺ ട്രെൻഡാണ്, ആ ഡൗൺ ട്രെൻഡിനെ മാറ്റി എന്താ പറയുക, അപ്പ് ട്രെൻഡിലേക്ക് പോകുവാനുള്ള ചാൻസ് കൂടുതലാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് നെഗറ്റീവിലാണ് പോണത്. ഈ ഒരു ഏരിയ കവർ ചെയ്തു, പക്ഷേ അതിന് വീക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡൗണിലേക്ക് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ലോസ് ആവുകയാണെങ്കിൽ, വിൻ ആവുകയാണെങ്കിൽ, ഇത് നമ്മൾ ഡൗണിലേക്ക് തന്നെ നമ്മൾ MTG എടുത്തു. MTG നമ്മൾ ഡൗണിലേക്ക് തന്നെയാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. അത് എന്തായാലും ആവട്ടെ. ഓക്കെ, ട്രേഡ് കുറച്ച് മിസ്സായിപ്പോയി, കണ്ടോ, ട്രേഡ് കിട്ടിയത് പിടിയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡ്, ഇവിടെ എന്താ പറയുക, ഒരു റേഞ്ചിങ് മാർക്കറ്റിൽ ഈ കാര്യം നടക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. റേഞ്ചിങ് മാർക്കറ്റിൽ ഇത് കാര്യം നടക്കില്ല. ഇത് ഒരു അപ്പ് ട്രെൻഡിലോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ട്, അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത് അത് മേലോട്ട്. ഓക്കെ, അപ്പോൾ ഒരു അപ്പ് ട്രെൻഡിലോ ഒരു ഡൗൺ ട്രെൻഡിലോ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ വരികയാണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ റെഡ് ക്യാൻഡിലും അപ്പ് ട്രെൻഡിലാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിലും. അതാണ് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന ക്യാൻഡിലിൻ്റെ ഇടയിൽ, ഓക്കെ, അതിൻ്റെ ഇങ്ങനെ ഓരോ ബിറ്റ്വീനിൽ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരികയും നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ എന്താവുക, ഒരു മിനിറ്റ്, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തോട്ടെ. നമ്മൾ MTG എടുത്ത്, MTG നമ്മൾ വിന്നായി. ഓക്കെ, ഒരു മിനിറ്റ്, ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വിന്നായി. ഓക്കെ, STMXN തന്നെ. ഓക്കെ, 2 സിഗ്നൽ എടുത്തു, രണ്ടും പിന്നെ. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതൊരു കുറച്ച് നല്ല എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ചെക്ക് ചെയ്യുക. ഡെമോ അക്കൗണ്ടിൽ ചെക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ റിയലിലേക്ക് പോയാൽ മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, എന്തൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ പവർ തന്നെ ഇതിലുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്ന പോലെ നടക്കുകയുള്ളൂ. ഓക്കെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം നോക്കിക്കേ, ഇവിടെ മുതൽ ഇതെന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഡൗൺ ട്രെൻഡ് വന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു നോക്കി, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സെല്ലേഴ്സിൻ്റെ ഇത് കുറഞ്ഞു, ബോഡീൻ്റെ ഇത് കുറഞ്ഞു, ബോഡി മറ്റേ കുറഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രഡിഷൻ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ക്യാൻഡിലേക്കാളും ബോഡി ഇവിടെ കുറഞ്ഞു.
അപ്പോൾ എന്ത് ചെയ്തു, ബയേഴ്സിൻ്റെ ഇത് വന്ന് ബോഡി പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സെല്ലേഴ്സിൻ്റെ വീക്കായി, സെല്ലേഴ്സ് കുറഞ്ഞു. അപ്പോൾ നമ്മളിത് അപ്പിലേക്ക് പറഞ്ഞെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇവിടെ ഞാൻ ഒരിക്കലും നമ്മൾ വിന്നാകുമെന്ന് പറയില്ല. ഇവിടെ നമുക്ക് എന്താ പറയും, സ്റ്റോപ്പ് ലോസ് നമുക്ക് അടിക്കാനുള്ള കാരണം ഈ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ എടുക്കുക എന്നുള്ള MTG ഡൗണിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഇവിടെ പിന്നെയും വീക്കായി, സെല്ലേഴ്സ് വീക്കായി, പെട്ടെന്ന് വലിയൊരു ക്യാൻഡിൽ വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ പ്രോഫിറ്റ് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അവർ മാക്സിമം ട്രൈ ചെയ്തു, ഇല്ല പറ്റിയില്ല. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മളപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്ക് നമ്മളെടുത്തു. ഓക്കെ. ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കണം. നിങ്ങൾ മാക്സിമം നോക്കിയതിന് ശേഷം മാത്രമേ, ഇതൊരു ചെറിയൊരു അപ് ട്രെൻഡാണ്. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി, ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ബയേഴ്സിൻ്റെയാണ്. എന്താ, ഇത്രയും വലിയ ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഈ ക്യാൻഡിൽ വിട്ടുള്ളൂ. ഇതിന് ശേഷം ഇവിടെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡി കുറവാണ്. നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അപ് ട്രെൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഓപ്പോസിറ്റ് കളറിൽ ട്രേഡ് എടുക്കും. എന്ന് വെച്ചാൽ എന്താ പറയുക, ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. ഡൗൺ ട്രെൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് അപ്പിലേക്ക് ട്രേഡ് എടുക്കും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ട്രെൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളിയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും വയ്യ, എനിക്കതൊന്നും നോക്കാൻ വയ്യ, എനിക്കിതൊന്നും വയ്യ, എനിക്ക് ഇങ്ങനെ ഇത്രയും റിസ്ക് എടുക്കാൻ വയ്യ, എനിക്ക് നോർമൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എനിക്ക് പറഞ്ഞുതരുമോ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, യൂട്യൂബ് ചാനലിലുള്ളതാണ്. നിങ്ങളത് കണ്ടാൽ മതി. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇതെടുക്കുക. ഓക്കെ, ലൈൻ വരയ്ക്കേണ്ട, നിങ്ങൾ റെക്റ്റാങ്കിളിൻ്റെ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൻ്റെ എന്താ പറയുക ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് വെച്ചാൽ നമ്മൾ 1 മിനിറ്റിലായതുകൊണ്ട് ചെറിയൊരു റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. നോക്കി, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഈ റെസിസ്റ്റൻസ് ഇവിടെ ഇത് കണ്ടോ, ഇത് ഇവിടെയും വെച്ചു. ഇവിടെ ഒരു സപ്പോർട്ട് കണ്ടുപിടിക്കുക നിങ്ങൾ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾ സപ്പോർട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് കണ്ടുപിടിച്ചു, ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. രണ്ടും നോക്കണേ. മേലെയുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വര വരച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ ഓക്കെ, ഒരു മിനിറ്റ്. ഹൊറിസോണ്ടൽ ലൈൻ റെഡ് എടുക്കാം. നമുക്ക് ഇവിടെ ഞാൻ വരച്ചു. ഓക്കെ, നമുക്ക് ഒന്ന് ഇതാക്കി വെക്കാം, കുറച്ച് കൂട്ടി വെക്കാം. ഇതൊന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടി ഞാൻ ഈ ബ്ലൂ കളർ കൊടുത്തിട്ടോ. ഇതെന്ത് പറ്റി, ഇവിടെയാണ് കൊടുക്കണ്ടേ, സോറി. ഓക്കെ, പെട്ടെന്നൊന്ന് ഇതാവാൻ വേണ്ടി ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. സോറി, എന്താ വരുന്നത്, CV. ഓക്കെ, ഇത് ഞാൻ ഗ്രീൻ കളർ കൊടുത്തു. പെട്ടെന്ന് മനസ്സിലാവാൻ, ഇത് നമ്മൾ ഓൾറെഡി ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി. ഇവിടെയാണ് നമ്മളിപ്പോൾ ബോക്സ് വരച്ചത്, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചു. ഇവിടുന്ന് വരച്ചു. ഇവിടെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്, ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ എൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇതിന് ശേഷം റെസിസ്റ്റൻസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ 1 മിനിറ്റിലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് വളരെ താൽക്കാലികമായിട്ടും
നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സപ്പോർട്ടിലേക്ക് ക്യാൻഡിൽ വരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. സപ്പോർട്ടിലേക്ക് വന്നു ക്യാൻഡിൽ, എന്ത് ചെയ്യണം? സപ്പോർട്ടിൽ വന്നാൽ എന്താ ചെയ്യണത്? മാർക്കറ്റ് ബൗൺസ് ആവും. മാർക്കറ്റ് ബൗൺസായി നമ്മൾ ഒരു ട്രേഡ് എടുത്തു, സ്റ്റോപ്പ്, തീർന്നു. ഇനി അടുത്ത പെയറിൽ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതായിരിക്കണം നിങ്ങളുടെ ട്രേഡിങ്. ഇനി ഇവിടെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുക. ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് ഇവിടെ ഉണ്ടോ? ഇവിടെ റെസിസ്റ്റൻസ് വന്നു, നിങ്ങൾ വരച്ചു. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസ് ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ. ഇവിടെ ആയിരിക്കും സപ്പോർട്ട്, അടുത്ത സപ്പോർട്ട്. ഇവിടെ നിങ്ങൾ സപ്പോർട്ട് വരച്ചു. ഈ അടുത്ത് പോയി ഇത് മേലോട്ട് പോയി ഇവിടെ റെസിസ്റ്റൻസ് വന്നു. റെസിസ്റ്റൻസിൽ മാർക്കറ്റ് താഴോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നേരത്തെ ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിനെ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വലിയ റെഡ് ക്യാൻഡിൽ വന്നുണ്ടോ? അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ വെറുതെ വരച്ചുകൊണ്ട് മാത്രം ഞാനൊരു വര വരച്ചു അതൊരു മാർക്കറ്റ് വരും എന്നുള്ളതല്ല. ഇങ്ങനെ വരച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഡെമോ കൊണ്ടുണ്ട്, അതിൽ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നല്ല ആക്യുറസി നിങ്ങൾക്ക് കിട്ടും. അതിന് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് വളരെ സിമ്പിളായിട്ടുള്ള, ഇതിലൊക്കെ കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ ആ പഠിച്ച സംഗതികൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് വർദ്ധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ എന്താ പറയുക, ഓക്കെ ഇന്ന് വന്നു ഒരു $1000 എടുത്തു, ഓക്കെ അങ്ങ് മാർക്കറ്റിലേക്ക് ഇട്ടു, 2 വരയും വരച്ച്, റെസിസ്റ്റൻസ് വരുമ്പോൾ എന്തായാലും മാർക്കറ്റ് താഴോട്ട് പോകും, സപ്പോർട്ട് വരുമ്പോൾ എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നല്ല. അങ്ങനെയാണെങ്കിൽ സുഖമല്ലേ? 2 വരയും വരച്ചിട്ടിരുന്നാൽ പോരെ? അങ്ങനെയല്ലല്ലോ. അത് ഏത് ഫോർമേഷനാണ്, ഏത് ക്യാൻഡിൽ ഫോർമേഷനാണ് അവിടെ വരുന്നത്, എങ്ങനെയാണ് ഇത് ഇതാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് വേറെ ആൾ പറഞ്ഞു തന്നിട്ട് ആ ക്യാൻഡിൽ കണ്ടുപിടിക്കലല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഓരോ ക്യാൻഡിലിൻ്റെയും ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. നിങ്ങളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഞാൻ ട്രേഡ് ചെയ്തു, 3 വർഷമായി ട്രേഡ് ചെയ്യുന്നു, 5 വർഷമായി ട്രേഡ് ചെയ്യുന്നു, 3 മാസമായി ട്രേഡ് ചെയ്യുന്നു, 2 ദിവസമായി ട്രേഡ് ചെയ്യുന്നു, എൻ്റെ പൈസ മുഴുവൻ പോയി, എനിക്ക് ഇതിൽ നിന്ന് ലാഭമില്ല, എനിക്കിതിൽ നിന്ന് പ്രോഫിറ്റ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റും. അല്ലാതെ ഇത് ഒരാൾക്ക് മാത്രം പറ്റി വേറെ ആൾക്ക് പറ്റില്ല അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ളവരാണ് ഞാനും, എന്നെപ്പോലെയുള്ളവരാണ് വേറെ ആൾക്കാരുകളും ട്രേഡ് ആൾക്കാരും. ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നത്, ഇവന്മാരൊക്കെ പൈസ ഉണ്ടാക്കും, നമുക്കെന്താ പറ്റാത്തതെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇറങ്ങിത്തിരിക്കാൻ താല്പര്യമില്ല, ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നവർക്ക് പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.